ഒരുമിക്കാം പരിസ്ഥിതിക്കായി. കാട്ടുതീ കവർന്നെടുത്ത വനമേഖലകൾ സ്വാഭാവിക വനമാക്കി മാറ്റിയിരിക്കുകയാണ് ഇടുക്കിയിലെ വനപാലകർ. കത്തിക്കരിഞ്ഞ മലമേടുകളിൽ പച്ചപ്പ് നിറയുന്ന മനോഹര കാഴ്ചയാണിപ്പോൾ. കഴിഞ്ഞ വർഷമാണ് സംരക്ഷിത വനമേഖലയായ ഇടുക്കി ആനമുടിച്ചോലയിൽ കാട്ടുതീ പടർന്ന് 100 ഹെക്ടറിലധികം വരുന്ന വനമേഖല കത്തിനശിച്ചത്. കാട്ടാനയും കാട്ടുപോത്തും അടക്കം മേഞ്ഞു നടന്ന പുൽമേടുകളും മറ്റും പൂർണ്ണമായും കത്തിയെരിഞ്ഞു. എന്നാൽ കരിയും ചാരവും നിറഞ്ഞു കിടന്ന മലമുകളിൽ പച്ചപ്പ് നിറയ്ക്കാൻ വനവകുപ്പ് തീരുമാനിച്ചു. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ ആർ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ പച്ചപ്പുല്ലുകളും മരത്തൈകളും മലമുകളിൽ നട്ടുപിടിപ്പിച്ചു. ബീച്ച് ഫോറസ്റ്റ് ഓഫീസർ എസ് ഗിരീഷിന്റെ നേതൃത്വത്തിൽ ഇവിടെ താമസിച്ചാണ് വനവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തിവന്നത്. 2 വർഷങ്ങൾക്കിപ്പുറം 20 ഹെക്ടർ വരുന്ന പ്രദേശത്തിന് സ്വാഭാവികത തിരിച്ചുകൊണ്ടുവരാൻ ഈ വനപാലകർക്ക് കഴിഞ്ഞു. ഇന്ന് കാട്ടാനയും കാട്ടുപോത്തും കേഴമാനും മ്ലാവും അടക്കമുള്ള വന്യമൃഗങ്ങളുടെ മേച്ചിൽപ്പുറമാണ് ഇവിടം. 2019 നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു 2 ഹെക്ടർ ഏരിയയിൽ ഈ പുൽമേടിൻ്റെ റീസ്റ്റോറേഷൻ ആരംഭിച്ചത്. 2020 നമ്മളൊരു ഫുൾ സ്ട്രെച്ചിൽ ആരംഭിക്കുക ഒരു 50 ഹെക്ടർ റീസ്റ്റോർ ചെയ്യണമെന്നൊരു എയിമോടെ മുന്നോട്ട് പോവുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു 20 ഹെക്ടറോളം റീസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഹെർബിവോറസും കാർണിവോറസുമായിട്ടുള്ള പല ആനിമൽസും എത്തുന്നുണ്ട്. സ്ഥിരം കാട്ടുപോത്ത്, മ്ലാവ് എന്നിവയെല്ലാം ഇവിടെ സ്ഥിരം വിസിറ്ററാണ്. അങ്ങനെ ഒരു ആവാസവ്യവസ്ഥ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. കത്തിത്തീർന്ന മലയുടെ ബാക്കി ഭാഗങ്ങളും വനമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ്. സമയവും കാലവുമില്ല. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ വൈകിട്ട് വരെ ഇവർ ഇവിടെ വിശ്രമമില്ലാതെ അധ്വാനിക്കുന്നു. വൈദ്യുതിയോ നെറ്റ്വർക്ക് കവറേജോ ഇല്ലാത്തിടത്താണ് വനപാലകരുടെ വനവൽക്കരണ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ന്യൂസ് 18 മൂന്നാർ. 6 വയസ്സുകാരിയാണ് ആദിശ്രീ. ഈ ചെറിയ പ്രായത്തിൽ ഈ കൊച്ചുമിടുക്കി നട്ടുപരിപാലിക്കുന്നത് 500-ലധികം വൃക്ഷത്തൈകളാണ്. നെടുങ്കണ്ടത്തെയും ഉടുമ്പൻചോലയിലെയും നിരവധി സർക്കാർ സ്ഥാപനങ്ങളിൽ ആദിശ്രീ നട്ട വൃക്ഷത്തൈകൾ ഉണ്ട്. ആദിശ്രീയും അച്ഛൻ അനിൽകുമാറും എപ്പോഴും തിരക്കിലാണ്. പാതയോരങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളുടെ സമീപത്തും സ്വന്തം കൃഷിയിടത്തും മരങ്ങൾ നട്ടു പരിപാലിക്കുന്ന തിരക്കിലാണിവർ. ആദിശ്രീയുടെ പിറന്നാൾ ദിനത്തിലും പരിസ്ഥിതി ദിനത്തിലുമെല്ലാം ഫലവൃക്ഷങ്ങളുടെയും തണൽ മരങ്ങളുടെയും പൂച്ചെടികളുടെയും തൈകൾ ഇരുവരും ചേർന്ന് നടും. നെടുങ്കണ്ടത്തെയും ഉടുമ്പൻചോലയിലെയും പോലീസ് സ്റ്റേഷൻ, ആദിശ്രീ പഠിക്കുന്ന പച്ചടി SNLP സ്കൂൾ, നെടുങ്കണ്ടം മിനി സിവിൽ സ്റ്റേഷൻ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ഇരുവരും ചേർന്ന് നട്ട മരങ്ങളുണ്ട്. തൈകൾ നടുക മാത്രമല്ല, കൃത്യമായി പരിപാലിക്കുകയും ചെയ്യും. ഒത്തിരി സ്ഥലത്ത് നട്ടിട്ടുണ്ട്. സ്കൂളില്, വീട്ടില്, ഒത്തിരി സ്ഥലത്ത്. 3ാം പിറന്നാൾ ദിനത്തിൽ അച്ഛൻ സമ്മാനിച്ച പ്ലാവിൻ തൈയാണ് ആദിശ്രീ ആദ്യം നടുന്നത്. താൻ നട്ട തൈകൾ സമയം കിട്ടുമ്പോഴെല്ലാം നേരിട്ടെത്തി പരിപാലിക്കും. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ സ്മരണയ്ക്കായി സ്വന്തം പുരയിടത്തിൽ തൈകൾ നട്ട് പരിപാലിക്കുന്നുണ്ട്. 500ഓളം മരങ്ങൾ ഇപ്പം നട്ട് സംരക്ഷിക്കുന്നുണ്ട് പല മേഖലകളിലെ. സർക്കാർ ഓഫീസ്, നമ്മൾ പഠിക്കുന്ന സ്കൂള്, അങ്ങനെ കോളേജ്, പൊതുസ്ഥലങ്ങളിൽ, സ്വന്തം കൃഷിയിടത്തിൽ, അങ്ങനെയൊക്കെ നട്ട് സംരക്ഷിക്കുന്നുണ്ട്. പ്രകൃതി സ്നേഹത്തിന്റെ വലിയ പാഠമാണ് ആദിശ്രീ സമൂഹത്തിന് പകർന്നു നൽകുന്നത്. ന്യൂസ് 18 ഉടുമ്പൻചോല. പ്രകൃതി സംരക്ഷണത്തിന് മാതൃക കാട്ടിത്തന്ന കുമരകം സ്വദേശി രാജപ്പന് ഈ പരിസ്ഥിതി ദിനം കൂടുതൽ ആഹ്ലാദത്തിന്റേതാണ്. രാജപ്പന്റെ സമർപ്പിത ജീവിതത്തിന് രാജ്യത്തിന് പുറത്തുനിന്നും അംഗീകാരം തേടിയെത്തിക്കഴിഞ്ഞു. സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ ഷൈനിംഗ് വേൾഡ് എർത്ത് പ്രൊട്ടക്ഷൻ അവാർഡാണ് രാജപ്പന് തേടിയെത്തിയത്. പുരസ്കാരങ്ങൾ ഒന്നൊന്നായി തേടിയെത്തുന്നു. ഇതറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യാനെത്തുമ്പോഴും രാജപ്പൻ ഈ കായലിൽ തന്നെയാണ്, പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും പ്രകൃതിയെ രക്ഷിച്ചുകൊണ്ട്. എങ്ങനെ വൃത്തിയായി തുടങ്ങിയിട്ടുണ്ടോ ചേട്ടൻ്റെ ഈ ഒരു എവിടെയൊക്കെ? ഇവിടെയൊക്കെ നല്ല ഇതാ, ഇഷ്ടം പോലെ ഒഴുകി വരുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഒരു വള്ളം പെറുക്കി അവിടെ കൊണ്ടുവന്ന് നമ്മുടെ പ്രദീപിൻ്റെ കടയുടെ അങ്ങ് പറയാം, അവിടെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഇപ്പം വന്നു വിട്ട്. അല്ല, ഇപ്പോഴും ഒഴുകി വരുന്നുണ്ടോ? ആ, ഉണ്ട്. ആളുകൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പ്രകൃതി സംരക്ഷണത്തിന് തായ്വാനിലെ സുപ്രീം മാസ്റ്റർ ചിങ്ഹായ് ഇന്റർനാഷണലിന്റെ പുരസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജപ്പനെ തേടിയെത്തിയത്. 7.25 ലക്ഷം രൂപയും പ്രശംസാപത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര നിർവൃതിയിൽ രാജപ്പന് പറയാനുള്ളത് ഇതാണ്. പുതിയ പിള്ളേരോടൊക്കെ എന്താ പറയാനുള്ളത്? പുതിയ പിള്ളേർ ഇതുപോലെ ചെയ്യണം, ഓരോരുത്തരും ചെയ്യണം. കഴിഞ്ഞ ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പരാമർശിച്ചതോടെ രാജപ്പന്റെ പ്രവൃത്തി രാജ്യം മുഴുവൻ അറിഞ്ഞിരുന്നു. പുതിയ പുരസ്കാരത്തോടെ ഇത് രാജ്യത്തിന് പുറത്തേക്കും. ന്യൂസ് 18 കോട്ടയം. 8 വർഷം മുമ്പ് തുടങ്ങിയ വനവൽക്കരണം വിജയം കണ്ടതിന്റെ സന്തോഷത്തിലാണ് കണ്ണൂർ കണ്ണപുരം LP സ്കൂൾ അധികൃതർ. കണ്ണപുരത്തെ പൊതു ശ്മശാനത്തിന്റെ ഒരു ഭാഗത്താണ് കുട്ടികളുടെ സഹായത്തോടെ വൃക്ഷത്തൈകൾ നട്ടുവളർത്തിയത്. പരിസ്ഥിതി ദിനത്തിൽ വൃക്ഷത്തൈ നട്ടാൽ പിന്നെ പലരും അത് തിരിഞ്ഞു നോക്കാറില്ല. എന്നാൽ കണ്ണപുരം LP സ്കൂളിന് വ്യത്യസ്തമായ ഒരനുഭവമാണ് പങ്കുവെക്കാൻ ഉള്ളത്. 2013 കണ്ണപുരം ശ്മശാനത്തിന്റെ ഒരു ഭാഗത്ത് 80-ലധികം വൃക്ഷത്തൈകൾ കുട്ടികൾ നട്ടുപിടിപ്പിച്ചു. പിന്നെ അത് കൃത്യമായി പരിപാലിച്ചു. PTA-യുടെയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെയും ഒക്കെ സഹകരണത്തോടുകൂടി, പ്രത്യേകിച്ചിട്ട് നമ്മുടെ ശ്മശാന കമ്മിറ്റിയുടെയൊക്കെ സഹകരണത്തോടു കൂടിയാണ് ഈ ഒരു സംരംഭം നമ്മൾ 2013 മുതൽ ആരംഭിച്ചത്. വളരെ കൃത്യമായും ചിട്ടയോടും കൂടി അതിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടും PTA-യുടെ ഭാരവാഹികളും അവരൊക്കെ തയ്യാറായി. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു തരത്തിൽ അതിനെ റിസൾട്ട് നമുക്ക് ലഭിച്ചതും ആ ഒരു തരത്തിലായിരുന്നു. അന്ന് വൃക്ഷത്തൈ നട്ട LP സ്കൂൾ കുട്ടികൾ ഇന്ന് +2-വിലെത്തി കഴിഞ്ഞു. ഇത്തവണ കണ്ണപുരം LP സ്കൂളിലെ കുരുന്നുകൾക്കായി വൃക്ഷത്തൈകളുമായി അവർ എത്തി. ഇതോടെ വനവൽക്കരണത്തിന്റെ 2ാം ഘട്ടത്തിനാണ് സ്കൂൾ തുടക്കമിട്ടിരിക്കുന്നത്. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. ചങ്ങാതി മരം എന്ന ആശയത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പാലത്തായി UP സ്കൂൾ. കുട്ടികൾ മരം നടുന്നതിനൊപ്പം ഒരു മരത്തെ ചങ്ങാതിയാക്കി പരിസ്ഥിതി സൗഹൃദം പ്രായോഗികമാക്കുക എന്നതാണ് പദ്ധതി വഴി ലക്ഷ്യമിടുന്നത്. മരം മണ്ണിലും മനസ്സിലും എന്ന മുദ്രാവാക്യവുമായാണ് പരിസ്ഥിതി ദിനത്തിൽ കണ്ണൂർ ജില്ലയിലെ പാലത്തായി UP സ്കൂൾ ചങ്ങാതി മരം എന്ന പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഒരു മരത്തെ ചങ്ങാതിയാക്കുന്ന കുട്ടികൾ അതിനെ പരിപാലിക്കുന്നതിനോടൊപ്പം വൃക്ഷത്തെ സംബന്ധിച്ചുള്ള വിവരശേഖരണവും നടത്തും. സ്കൂളിലെ മുഴുവൻ കുട്ടികളും ശേഖരിക്കുന്ന പ്രദേശത്തെ മരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തി പിന്നെ ഒരു പുസ്തകവും തയ്യാറാക്കും. ഈ ഒരു പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ അവരുടെ വീട്ടുപറമ്പിലോ പൊതു ഇടങ്ങളിലോ ഉള്ള ഒരു മരത്തെ അവരുടെ ചങ്ങാതിയായി കരുതുകയും കണക്കാക്കുകയും ആ മരത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും മരത്തിൻ്റെ ശാസ്ത്രീയ നാമവും മരത്തിൻ്റെ മറ്റ് കാര്യങ്ങളും അതിൻ്റെ നാട്ടറിവുകളും ഒക്കെ ചേർത്തുകൊണ്ട് ഏതാണ്ടൊരു ഗവേഷണാത്മകമായ ഒരു പ്രവർത്തനം കുട്ടികൾ നടത്തുകയാണ്. 7ാം ക്ലാസ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഗുൽമോഹർ കാ പേഡ് എന്ന കഥയാണ് കുട്ടികൾക്ക് ഈ പ്രവർത്തനത്തിന് പ്രചോദനമായത്. ഇതിലൂടെ നമ്മൾക്ക് മരങ്ങൾ മണ്ണിൽ മാത്രമല്ല മനസ്സിലും വളർത്താം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ന്യൂസ് 18 കണ്ണൂർ. വനമില്ലാത്ത തീരദേശ ജില്ലയായ ആലപ്പുഴയിൽ ബൃഹത് പദ്ധതിയുമായി വനം വകുപ്പ് നാടിനെ ഹരിതാഭമാക്കാൻ 3 ലക്ഷം വൃക്ഷത്തൈകളാണ് തയ്യാറാക്കിയത്. തീരദേശത്തെ മണ്ണും പ്രകൃതിയും സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി 5 നഴ്സറികളിലായി 3 ലക്ഷം വൃക്ഷത്തൈകൾ സജ്ജമായി. കടലാക്രമണ ഭീഷണിയിൽ നിന്നും തീരദേശത്തെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം. നെല്ലി, പേര, നാരകം, കണിക്കൊന്ന, കുടംപുളി, ഇലഞ്ഞി, സീതപ്പഴം, മാവ്, പ്ലാവ്, പൂവരശ്, റംബുട്ടാൻ എന്നിവയാണ് നാടിനെ ഹരിതാഭമാക്കാനായി മുളപ്പിച്ചത്. കൂടാതെ പുഴയോരത്തെ സംരക്ഷിക്കാനായി 15,000 മുളകുകളും തീരദേശത്തിനായി 25,000 കാറ്റാടിത്തൈകളും ഉണ്ട്. കാറ്റാടിയും മുളയും തീരദേശ സംരക്ഷണത്തിന് വേണ്ടിയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. സീതപ്പഴം, പേര, നെല്ലി, കുടംപുളി, പൂവരസ്, വിവിധ ഇനത്തിലുള്ള തൈകൾ, രാമച്ചം, ഇത്തരം തൈകളാണ് ഉൽപ്പാദിപ്പിച്ചേക്കുന്നത്. തീരദേശ സ്ഥാപനങ്ങളും കൃഷി വകുപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തവും ഉണ്ട്. 20 ലക്ഷത്തോളം തൈകൾക്ക് ഓരോ വർഷവും ആവശ്യക്കാരുണ്ടെങ്കിലും സംരക്ഷണ പ്രായോഗികത വിലയിരുത്തിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂസ് 18 കായംകുളം. സ്വന്തം ഭൂമിയിൽ വനം സൃഷ്ടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം മംഗലപുരം സ്വദേശി ബോബൻ ജൂഡ്. 2.5 ഏക്കർ ഭൂമിയിലെ ഹരിതവന
വൃക്ഷത്തൈയെങ്കിലും നട്ട് നമുക്ക് കിട്ടുന്ന ഈ ജീവൻ്റെ പ്രാണവായുവിനെ നമുക്ക് സംരക്ഷിച്ചെടുക്കാം. മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്ന കാടും വനവും കയ്യേറുന്ന മനുഷ്യർക്കിടയിൽ പ്രകൃതി സ്നേഹത്തിന്റെ മാതൃകയാവുകയാണ് ബോബൻ ചുഡ് എന്ന 53-കാരൻ. ന്യൂസ് 18 ആറ്റിങ്ങൽ. നാട്ടിലെ ഒഴിഞ്ഞ പറമ്പുകളിൽ മരം നട്ട് പരിസ്ഥിതി ദിനം ആചരിച്ച് പട്ടാമ്പി ബദാം ചുവട് സമന്വയ കൂട്ടായ്മ കനി ഫോർ ദ ഫ്രൂട്ടിഫുൾ ഫ്യൂച്ചർ എന്ന പദ്ധതിയിലൂടെ സാമൂഹിക വനവൽക്കരണത്തിന്റെ മറ്റൊരു മാതൃകയാണ് കൂട്ടായ്മ മുന്നോട്ട് വയ്ക്കുന്നത്. ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പുകളിൽ വയ്ക്കുന്ന തൈകൾ കൂട്ടായ്മയിലെ അംഗങ്ങൾ തന്നെ പരിചരിക്കും. തൃത്താല ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി അരവിന്ദാക്ഷൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി വി സബിത എന്നിവർ ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വെള്ളയമ്പലം കവടിയാർ റോഡിൽ കനത്ത മഴയിലും കാറ്റിലും ഒടിഞ്ഞു വീണ വൻമരത്തിനു പകരം പുതിയ തൈ നട്ടു. ചീഫ് സെക്രട്ടറി VP ജോയിയുടെ നേതൃത്വത്തിലാണ് തൈ നട്ടത്. പതിറ്റാണ്ടുകളായി വെള്ളയമ്പലം കവടിയാർ റോഡിലെ കാൽനടയാത്രക്കാർക്ക് തണലേകിയിരുന്ന വൻമരത്തിന്റെ ശിഖരങ്ങളാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒടിഞ്ഞു വീണത്. ചീഫ് സെക്രട്ടറിയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലുള്ള മരത്തിന്റെ അവശേഷിപ്പിനെ മുറിച്ചുമാറ്റാതെ കുറ്റികൾ ശില്പമാക്കാനുള്ള നടപടി വേണമെന്ന ആവശ്യവുമായി പോലീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. ഇത് സമൂഹമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് പരിസ്ഥിതി ദിനത്തിൽ മരത്തിനു സമീപം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തൈ നട്ടത്. ഇത് ശില്പമാക്കി മാറ്റാമെന്ന് PWD പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാം. അതിനെക്കുറിച്ച് അതിൻ്റെ കലാകാരന്മാർ ആലോചിക്കട്ടെ. മരത്തടി ശില്പമാക്കി മാറ്റാൻ താല്പര്യമുണ്ടെന്നറിയിച്ച് വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് അധികൃതരടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉടൻ അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പരിസ്ഥിതി സ്നേഹികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. കൊട്ടാരക്കര വെട്ടിക്കവല ദേശസേവാ വായനശാലയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാഘോഷവും കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു. KB ഗണേഷ് കുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഹർഷകുമാർ വൃക്ഷത്തൈ നട്ട് പരിസ്ഥിതി ദിന പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൾസ് ഓക്സിമീറ്ററുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിനായുള്ള പ്രവർത്തനം ആരംഭിച്ചതായി ദേശസേവാ വായനശാല പ്രവർത്തകർ അറിയിച്ചു. നെടുമങ്ങാട് കൃഷിഭവന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. മരങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരം എന്ന സന്ദേശമുയർത്തിയാണ് ആചരണം. നെടുമങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ CS ശ്രീജ വൃക്ഷത്തൈകൾ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ സജി, നഗരസഭാ വൈസ് ചെയർമാൻ S രവീന്ദ്രൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധു, നഗരസഭാ സെക്രട്ടറി ഷെറി തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ഭൂമിക്ക് തണലൊരുക്കാൻ വൃക്ഷത്തൈകൾ ഒരുക്കി സോഷ്യൽ ഫോറസ്ട്രി. പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ നഴ്സറികളിൽ ലക്ഷക്കണക്കിന് വൃക്ഷത്തൈകളാണ് തയ്യാറാക്കിയത്. ഇവ വിവിധ ഗ്രാമപഞ്ചായത്തുകൾക്കായി വിതരണം ചെയ്തു. സോഷ്യൽ ഫോറസ്ട്രിയുടെ നേതൃത്വത്തിലാണ് വൃക്ഷത്തൈകൾ തയ്യാറാക്കുന്നത്. കൊല്ലം റേഞ്ചിൽ മാത്രം 7 ബ്ലോക്കുകളിലാണ് തൈകൾ വിതരണം നടക്കുക. കരുനാഗപ്പള്ളി ആലുംകടവിലെ നഴ്സറിയിൽ തയ്യാറാക്കിയ 1.25 ലക്ഷം തൈകളാണ് വിതരണത്തിനുള്ളത്. ഓച്ചിറ, ചവറ, ശാസ്താംകോട്ട ബ്ലോക്കുകളിലാണ് പ്രധാനമായും തൈകൾ വിതരണം. ഫലവൃക്ഷങ്ങളായ നെല്ലി, പേര, കുളമാവ്, കാട്ടുഞാവൽ തുടങ്ങി 22 ഇനങ്ങളിൽപ്പെട്ട വൃക്ഷത്തൈകളാണ് ഇവിടെ തയ്യാറാക്കിയത്. ഒരു പഞ്ചായത്തിലേക്ക് 1500ഓളം തൈകളാണ് വിതരണം ചെയ്യുക. സാമൂഹ്യ ദിനമായ 7-ാം തീയതി വരെ തൈകളുടെ വിതരണം നടക്കുമെന്ന് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ ജോർജ് കുട്ടി പറഞ്ഞു. ജൂലൈ 7-ാം തീയതി അവസാനിക്കുന്ന വനമഹോത്സവം വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്ന് തൈകൾ വിതരണം ചെയ്യുന്നതായിരിക്കും. മറ്റ് നഴ്സറികളിൽ തൈകൾ തികയാതെ വന്നാൽ ഇവിടെ ഉള്ളത് അങ്ങനെയുള്ള നഴ്സറികളിലേക്കും കൊടുക്കുന്നതായിരിക്കും. എല്ലാ വർഷവും പോലെ തന്നെ ഈ വർഷവും തൈകൾ ഭംഗിയായി തന്നെ വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ പാകമുളപ്പിച്ച തൈകൾ പിന്നീട് പ്രത്യേകം കവറുകളിലാക്കിയാണ് വിതരണത്തിന് തയ്യാറാക്കിയിരിക്കുന്നത്. വളർച്ചെത്തിയ തൈകളാണ് പഞ്ചായത്തുകളിലേക്ക് വിതരണം ചെയ്യുക. ന്യൂസ് 18 കരുനാഗപ്പള്ളി. കരകുളം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഹരിതം സഹകരണം എന്ന പേരിൽ പരിസ്ഥിതി ദിനം ആചരിച്ചു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ അധീനതയിലുള്ള 10 ഏക്കറോളം ഭൂമിയിൽ കാർഷിക വിള ഇറക്കി കൃഷി മേഖലയെ പരിപോഷിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കരകുളം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശങ്കരൻ നായർ, ഡയറക്ടർ ബോർഡ് അംഗം ശരത്, നെടുമങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. തിരുവനന്തപുരം ആറനല്ലൂർ ക്രൈസ്റ്റ് നഗർ കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മാലിന്യ നിർമ്മാർജ്ജനവും അണുവിമുക്തമാക്കലും സംഘടിപ്പിച്ചു. മാറനല്ലൂർ പഞ്ചായത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് A സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ഓഫീസർ ലിവിൻ വിയുടെ നേതൃത്വത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പഞ്ചായത്തിലെ സമൂഹ അടുക്കള, ബസ് സ്റ്റോപ്പുകൾ, ചന്തകൾ, ഓഫീസുകൾ, പൊതുസ്ഥലങ്ങൾ തുടങ്ങിയവ അണുവിമുക്തമാക്കി.
നെടുമങ്ങാട് മുല്ലശ്ശേരി മുക്കോല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തണൽ വഴി പദ്ധതിക്ക് തുടക്കമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നാഷണൽ സർവീസ് സ്കീം നടപ്പാക്കുന്ന പദ്ധതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. പരിസ്ഥിതി ദിനത്തിൽ 1 കോടി ഫലവൃക്ഷ തൈകൾ വിതരണ പദ്ധതിയുടെ ഭാഗമായി കൊണ്ടോട്ടിയിൽ ഫലവൃക്ഷ തൈ നടിയിൽ സംഘടിപ്പിച്ചു. നെടിയിരുപ്പ് കൃഷിഭവനിൽ നടന്ന ചടങ്ങ് MLA TV ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ CT ഫാത്തിമത്ത് സൂറബി, കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിനി ഉണ്ണി തുടങ്ങിയവർ തൈകൾ വിതരണം ചെയ്തു. ജനപ്രതിനിധികൾ, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി സംരക്ഷണത്തിനായി പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഭൂമിക്ക് ഒരു പുഞ്ചിരി പദ്ധതിക്ക് തുടക്കമായി. പുഞ്ചിരി അമ്മച്ചി എന്ന പേരിൽ അറിയപ്പെടുന്ന കാരോട് സ്വദേശി പങ്കജാക്ഷി അമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് SK ബെൻഡാർവിന് ഒപ്പം പ്ലാവിൻ തൈ നട്ടായിരുന്നു ഉദ്ഘാടനം. പദ്ധതിയോടനുബന്ധിച്ച് പാറശാല ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 100-ലധികം മരങ്ങളാകും നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുക. യൂത്ത് കോൺഗ്രസ് വള്ളിക്കുന്നം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണം നടത്തി. ഒരു നിമിഷം 100 മരം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിലൂടെ 100-ലധികം മരത്തൈകൾ നട്ടു. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഷാഫി പറമ്പിലാണ് മരങ്ങൾ വിതരണം ചെയ്തത്. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ രാജൻ കൈലാസ് മരത്തൈ നട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, DCC സെക്രട്ടറി B രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. തീരദേശ മേഖലയെ പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കണ്ടൽ ഗുഹകൾ സൃഷ്ടിക്കണം എന്ന് പരിസ്ഥിതി സംരക്ഷകർ. വിദേശ രാജ്യങ്ങളിൽ പരീക്ഷിച്ച് വിജയിച്ച മാതൃക കേരളത്തിന്റെ തീരസംരക്ഷണത്തിനും ആവശ്യമാണെന്ന് വിദഗ്ധർ പറയും. അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭം ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിലാണ് പുതിയ പരീക്ഷണത്തിന് തയ്യാറാകണമെന്ന ആവശ്യം ഉയരുന്നത്. കടൽ വെള്ളത്തിന്റെ ഊഷ്മാവ് കൂടിയതിനാൽ വരും വർഷങ്ങളിൽ പ്രകൃതിക്ഷോഭം കൂടുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. ഈ സാഹചര്യത്തിൽ തീരമേഖലയ്ക്ക് സംരക്ഷണമൊരുക്കാൻ കണ്ടൽ ഗുഹകൾ വേണമെന്ന ആവശ്യമുയരുന്നു. നഷ്ടപരിഹാരം എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് മാത്രം കൊടുക്കാൻ കഴിയുന്ന ഒരു സർക്കാരും ഉള്ളപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുരക്ഷിതമായി സൂചന അനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനത്തിലെ അപകട സൂചന അനുസരിച്ച് സുരക്ഷിതമായി ഒരു പോറൽ പോലും ഏൽക്കാതെ സംരക്ഷിക്കാൻ കഴിയുന്ന കണ്ടൽ ഗുഹകൾ രൂപപ്പെടുത്തി അതിലേക്ക് മാറ്റിയിടുക എന്നുള്ളതാണ്. കടൽക്ഷോഭത്തിൽ മത്സ്യബന്ധന വള്ളങ്ങളും ഉപകരണങ്ങളും നശിക്കുന്നത് പതിവാണ്. ഇവയ്ക്ക് സംരക്ഷണമൊരുക്കാൻ കരയിലെ കണ്ടൽക്കാടുകൾ ഉപകരിക്കുമെന്നാണ് വിലയിരുത്തൽ. കരുനാഗപ്പള്ളിയിലെ പടിഞ്ഞാറൻ മേഖലയായ പത്മനാഭൻ ജെട്ടി, SP മാർക്കറ്റ്, കല്ലുമൂട് തുടങ്ങിയ സ്ഥലങ്ങളിൽ മുൻപ് കണ്ടൽ ശേഖരങ്ങൾ ഉണ്ടായിരുന്നു. ഇതിൽ പുതുട്ടിൻചാൽ, വലിയലാളിൽ പാടം എന്നിവിടങ്ങളിൽ ഇപ്പോഴും കണ്ടൽ തഴച്ചു വളരുന്നുണ്ട്. പള്ളിക്കിലാറിന്റെയും കന്നേറ്റിക്കായലിന്റെയും തീരത്തും ധാരാളം കണ്ടലുകളുണ്ട്. തീരസംരക്ഷണത്തിന് ബയോവേലി തീർത്തുള്ള സംരക്ഷണമാണ് ഇനി വേണ്ടത്. കടലിൽ നിന്ന് ഒരു 50 മീറ്ററോ 20 മീറ്ററോ അകലെ ഒരു ഫസ്റ്റ് ലൈൻ ഡിഫൻസ് എന്നുള്ള രീതിയിൽ വലിയ തോതിൽ കണ്ടലിൻ്റെ ഒരു വേലി നിർമ്മിച്ചു കഴിഞ്ഞാൽ കടലിൽ നിന്ന് തള്ളിക്കയറി കരയിലേക്ക് കയറുന്ന വെള്ളത്തെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു 20-50 മീറ്ററിനിടയ്ക്ക് വെച്ച് തടഞ്ഞ് തിരിച്ച് കടലിലേക്ക് ഒഴുക്കാൻ കഴിയും. വൈപ്പിനടക്കമുള്ള ഭാഗങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. കാർബൺ ആഗിരണം നടത്തുക മാത്രമല്ല, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് 18 കരുനാഗപ്പള്ളി. ഇടുക്കിയിൽ കുട്ടികളുടെ പഠനം മുടങ്ങുന്ന സാഹചര്യത്തിൽ മൊബൈൽ കവറേജ് വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടിയെടുത്തതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. മൊബൈൽ നെറ്റ്വർക്ക് വിദ്യാർത്ഥികളുടെ പഠനം പ്രതിസന്ധിയിലാക്കുന്നത് സംബന്ധിച്ച് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. മൊബൈൽ കവറേജ് ഇല്ലാത്തതുമൂലം ഇടുക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ പഠനം മുടങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ H. ദിനേശിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. 11 ഇടങ്ങളിൽ BSNL ടവറുകളുടെ സൗകര്യം ഉപയോഗിക്കുന്നതിന് റിലയൻസ് ജിയോയുടെ സഹകരണം ഉറപ്പാക്കി. അതോടൊപ്പം കുളമാവ്, ബൈസ്വാൽ ഉൾപ്പെടെയുള്ള 8-10 സ്ഥലങ്ങളിൽ BSNL ടവർ സഹകരിച്ച് പ്രവർത്തിക്കാൻ ജിയോ തയ്യാറാണ്. അതിനൊരു പെർമിഷൻ ആവശ്യമുണ്ട്. BSNL DGM സംസാരിച്ചു. അവർക്ക് ചീഫ് ജനറൽ മാനേജറിൽ പെർമിഷൻ ലഭിക്കണം എന്നാണ് മീറ്റിംഗിൽ ആവശ്യപ്പെട്ടത്.
രാജമലയിൽ BSNL കവറേജ് 3Gയിലേക്ക് ഉയർത്തി വിദ്യാർത്ഥികൾക്ക് ഇന്റർനെറ്റ് ലഭ്യത സുഗമമാക്കാനുള്ള നടപടി തുടങ്ങി. മൂന്നാർ തോട്ടം മേഖലയിൽ 14 ടവറുകൾ സ്ഥാപിക്കുന്നതിന് KDHP കമ്പനിയോട് റിലയൻസ് ജിയോ അനുമതി തേടി. ഇക്കാര്യത്തിൽ ഉടൻ തീരുമാനമാകുമെന്നും മന്ത്രി അറിയിച്ചു. മറ്റ് മേഖലകളായ ബൈസൺ വാലി, വട്ടവട, മുക്കുവള്ളി, കൈതപ്പാറ, സ്വാമിയാർകുടി, മണിയാർകുടി, പട്ടയക്കുടി, പാണ്ടിപ്പാറ, മരിയഗിരി, പതിപ്പള്ളി എന്നിവിടങ്ങളിലും പുതിയ ടവറുകൾ സ്ഥാപിക്കാൻ നടപടിയായി. കുട്ടികളുടെ ഓൺലൈൻ പഠനം സുഗമമാക്കാനാവശ്യമായ അടിയന്തര നടപടികൾ നടന്നുവരുന്നതായും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇടുക്കി MP ഡീൻ കുര്യാക്കോസും ദേവികുളം സബ് കളക്ടർ പ്രേംകൃഷ്ണനും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് 18 രാജമല. മലപ്പുറത്ത് വിദേശത്തേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘം സജീവം. നിരവധി പേരാണ് സംഘത്തിന്റെ വലയിൽപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസവും കഞ്ചാവ് കടത്തിയതുമായി ബന്ധപ്പെട്ട് 11 പേരെ പ്രത്യേക സംഘം പിടികൂടിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് വിദേശത്തേക്ക് ലഹരി കടത്തുന്ന സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത്. സംഘത്തിലെ പ്രധാന കണ്ണികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്ന് താനൂർ ഡിവൈഎസ്പി MI ഷാജി വ്യക്തമാക്കി. ഗ്യാങ്ങിനെ പറ്റി കൂടുതൽ ആഴത്തിലോട്ട് ഇറങ്ങി അന്വേഷിച്ചപ്പോഴാണ് അവർ വിദേശത്തേക്ക് ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ടെന്നും ഈ ആൾക്കാരുടെ കൈവശത്ത് കഞ്ചാവ് ഇവിടുന്ന് കയറ്റി വിടുന്നുണ്ടെന്നും കഞ്ചാവ് അവിടെ എത്തിച്ചതിന് ശേഷം അവിടെ ആവശ്യക്കാരെ കണ്ടെത്തി വിൽപ്പന നടത്തുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ രീതിയിൽ കൊണ്ടുപോകുന്ന ചിലരെ കാരിയർമാരായിട്ട് കൊണ്ടുപോകുന്ന ചിലരൊക്കെ അവിടെ ചെന്നിട്ട് അവിടുത്തെ പോലീസ് പിടിച്ച് ജയിലിൽ വിടുന്നുണ്ട്. ചിലരൊക്കെ കൊണ്ടുപോകുന്ന ഓപ്പറേഷൻ സക്സസ് ആക്കി തിരിച്ചു വരുന്നുണ്ട്. അതെ, വളരെ വൈഡായിട്ടുള്ളൊരു കണ്ണികൾ തന്നെയാണ്. കോതമംഗലം പോത്താനിക്കാട് സ്പിരിറ്റ് കടത്തിയ വാഹനം പിടികൂടി. പോത്താനിക്കാട് സ്വദേശി ബിബിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. സംഘത്തിലെ 3 പേർ ഓടി രക്ഷപ്പെട്ടു. കോതമംഗലം എക്സൈസ് ഇൻസ്പെക്ടർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പത്തനംതിട്ട കോന്നിയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന ഒരാൾ മരിച്ചു. കോന്നി സ്വദേശി അതുൽ കൃഷ്ണയാണ് മരിച്ചത്. കോൺക്രീറ്റ് മേൽക്കൂരയുടെ തട്ട് പൊളിക്കുന്നതിനിടെയായിരുന്നു അപകടം. മേൽക്കൂരയ്ക്കും കോൺക്രീറ്റ് ഭിത്തിക്കുമിടയിൽ കുടുങ്ങിയ അതുലിന്റെ മൃതദേഹം 2 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമത്തിനൊടുവിലാണ് ഭിത്തി തകർത്ത ഫയർഫോഴ്സ് സംഘം പുറത്തെടുത്തത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. കോൺക്രീറ്റ് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മേൽക്കൂരയുടെ തട്ട് ഇളക്കി മാറ്റിയതാണ് അപകടത്തിന് കാരണം. കോന്നി സ്വദേശി ജോസിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 96 ഗ്രാമങ്ങളിലൂടെ 45,300 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം.news18.com സന്ദർശിക്കുക.